നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഇന്നലെ കണ്ണൂർ സാക്ഷ്യം വഹിച്ചത് ആക്രമ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖം. CPM നേതാവ് വെട്ടേറ്റ് മരിച്ച 20 മിനിറ്റ് തികയും മുമ്പ് RSS പ്രവർത്തകൻ കൊല്ലപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. പാളൂർ നായത്തുറ കണ്ണിപ്പോയിൽ ബാലന്റെ മകൻ ബാബുവാണ് ആദ്യം കൊല്ലപ്പെട്ടത്. സംഭവം നടന്ന് 20 മിനിറ്റ് തികയും മുൻപ് RSS പ്രവർത്തകൻ ഷാമേജ് പറമ്പത്തിനെയും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ ആരാണ് എന്ന് വ്യക്തമല്ല. CPM പ്രധാന നേതാവും മാഹി നഗരസഭ മുൻ കൗൺസിലറുമാണ് ബാബു. പള്ളൂരിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു സംഭവം. കൊലപാതകികൾ ഒളിച്ചിരുന്ന് വിട്ടുകയായിരുന്നു. തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരിച്ചു. തലയിലും കഴുത്തിലും വയറിലുമാണ് വെട്ടേറ്റത്. ഇതിനു പിന്നാലെ ന്യൂമാഹിയിൽ CPM RSS സംഘർഷമുണ്ടായി. ഇതിനുശേഷമാണ് ഷമീജ് കൊല്ലപ്പെട്ടത്. BJP RSS കണ്ണിലെ കരടായിരുന്നു കൊല്ലപ്പെട്ട ബാബു. ബാബുവിന് നേർക്കുള്ള രണ്ടാമത്തെ വധശ്രമമാണിത്. സംഘടനാ മികവിലും അണികളെ നയിക്കാനും മുൻനിരക്കാരനായിരുന്നു ബാബു. മാഹിയിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വീഴ്ചയാണ് രണ്ടുപേരുടെയും മരണത്തിന് ഇടയാക്കിയത് എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ബാബു കൊല്ലപ്പെട്ട 30 മിനിറ്റ് തികയും മുമ്പ് ഓട്ടോ തടഞ്ഞു നിർത്തി തലയിലും മുഖത്തും വെട്ടിയാണ് ഷജീമിനെ ആക്രമിച്ചത്. 2016 പയ്യന്നൂരിൽ നടന്ന രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് സമാനമാണ് മാഹിയിൽ ആവർത്തിക്കപ്പെട്ടത്. CPM പ്രവർത്തകനായ രാമന്തളിയിലെ ധനഞ്ജയനെ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കകം BMS പ്രവർത്തകനായ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് സമാനമായ സംഭവങ്ങളാണ് ഇന്നലെ മാഹിയിൽ അരങ്ങേറിയത്. കൂത്തുപറമ്പ് RSS ആയുധ പരിശീലന ക്യാമ്പിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. For latest news, like it, share it and subscribe to One India Malayalam.